ഹലോ ഗൈസ്, ഇന്നലെ മഞ്ജു വാര്യരിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ലൈവ് ചെയ്യുമ്പോൾ ഒരാളൊന്ന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. സത്യത്തിൽ ഞാനിത് ഫേസ്ബുക്കിൽ സ്ഥിരം കാണുന്നതാണ്. ഈ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഇയാൾ എത്രയോ നാളായി, വർഷങ്ങളായി ഇയാൾ ഇടുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വോയിസ് ഇയാൾ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു മുൻപ്. അത് മഞ്ജു വാര്യരുടെ സ്വരമാണ്, മഞ്ജു വാര്യർ ഒരു ഹെൽപ്പ് ചോദിക്കുന്ന കണക്കൊക്കെ ആയിട്ടാണ് ഇയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല കേട്ടോ. ബിക്കോസ് ആ സ്വരം കേട്ട ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതൊരു AI വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു സ്വരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെയാണ് അത് മഞ്ജു വാര്യരുടെ സ്വരം എന്ന് ഇയാൾ വിശ്വസിക്കുന്നതെന്ന് അറിയാൻ വയ്യ. പിന്നെ ഈ നോർമലി ഒരു പ്രശ്നം ഉണ്ടെന്നറിയാം. നല്ല ടാലൻ്റ് ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന നല്ല എഴുത്തുകാരൊക്കെ ഒരുതരം ഫാൻറ്റസി വേൾഡിലായിരിക്കും. എനിക്കൊന്ന് ഇയാൾ അങ്ങനെ എന്തോ ഒരു ലോകത്തെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഇയാൾ പറയണേക്ക് അതുപോലത്തെ ഉള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷേ സംവെയർ അയാളുടെ ഈ ഒരു ഫാൻറ്റസിയും ഇതിപ്പോൾ നടക്കുന്ന സംഭവങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഓവറോൾ കാൽക്കുലേഷനിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് പറയുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് തിങ്, മഞ്ജുവിൻ്റെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ അവർ പ്രണയവിവാഹമായിരുന്നു ദിലീപുമായിട്ട്. അപ്പോൾ പ്രണയവിവാഹം കഴിഞ്ഞ് ഇത്രയും വർഷം അയാൾക്കൊപ്പം ജീവിച്ച് ഒരിക്കൽ പോലും അവൾക്ക് തോന്നിയിട്ടില്ല അവൾ നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന്, ഉപേക്ഷിക്കപ്പെടാൻ പോവുകയാണെന്നൊന്നും അവൾക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കങ്ങനെയാണ് മനസ്സിലായത്. ഒരു സൂചന പോലും അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആകുന്നു എന്നതിലില്ല. പക്ഷേ അവർ അമ്മയും മകളും തമ്മിൽ വഴക്കുണ്ടെന്ന് പണ്ട് വനിതാ മാഗസിനിലൊക്കെ ഇവരുടെ ഈ കുട്ടി 6 വയസ്സുള്ളപ്പോഴൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമായിരുന്നു. ആ സമയത്തൊക്കെ ഇങ്ങനെ വനിതാ മാഗസിനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ ഇവള് അമ്മയും മകളും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഒരു വല്ലാത്തൊരു ടേൺ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മകള് ഇവളെ എപ്പോഴും താഴ്ത്തി കെട്ടി സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവൾ വീട്ടിൽ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് പണ്ട് ഭരതനാട്യമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ വീഡിയോ കാസറ്റും അതുമൊക്കെ കൊണ്ടുവന്ന് അവളെ കാണിക്കുന്ന ഒരു ഇതുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊന്നും അല്ലാതാകുന്നു എന്നൊരു ബോധ്യം ആ അമ്മയ്ക്ക് വന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എനിക്ക് തോന്നുന്നു. 16 വയസ്സിനല്ലല്ല, വയസ്സ് 32 എന്നുള്ളതില്ലേ, അതിനുശേഷം അഭിനയിച്ച സിനിമ, അതിനകത്തും ഇതേ സാധനം തന്നെയാണ് അവർ ഹൈലൈറ്റ് ചെയ്തത്. മകളോടുള്ള ഒരു പകയാണ് അവർ സിനിമയ്ക്കകത്ത് ഹൈലൈറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യത്തിൽ ദിലീപുമായിട്ടായിരിക്കത്തില്ല അവർക്ക് കൂടുതൽ പ്രശ്നം, മകളുമായിട്ടായിരിക്കാം. മകളോടുള്ള ഇവളുടെ ഈ അകൽച്ചയും ഈ പ്രശ്നവും കാരണമായിരിക്കാം ദിലീപ് സെക്കൻഡ് ഓപ്ഷന് പോയെന്നൊരു ഡൗട്ട് എനിക്കില്ലാതില്ല കേട്ടോ. ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണ്, അസംഷനാണ്, കറക്റ്റ് ആകണമെന്നില്ല. അവരുടെ കുടുംബത്തിൽ എന്ത് നടന്നു എന്നുള്ളത് നമ്മൾ കാണാത്തതാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുന്നതാണ്. ഈ മീനാക്ഷി പോകാത്തതിന് എല്ലാവരും പരാതി പറയുന്ന ഒരു കാര്യമാണ്, അമ്മയുടെ അടുത്ത് പോകുന്നില്ല, പെറ്റമ്മയുടെ അടുത്ത് പോകുന്നില്ലെന്ന്. ഈ പൊതുവിൽ മിക്ക കുടുംബങ്ങളിൽ നടക്കുന്നൊരു സംഭവം, അമ്മയും മകളും ഭയങ്കര ഉടക്കായിരിക്കും. എപ്പോഴും പെമ്മക്കൊക്കെ അച്ഛനോടായിരിക്കും കൂടുതൽ താല്പര്യം, അമ്മയോട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓപ്പോസിറ്റ് അത് തന്നെയാണ്, ആൺമക്കൾക്ക് അമ്മയോടായിരിക്കും കൂടുതൽ സ്നേഹവും കരുതലും ഒക്കെ. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. അപ്പോൾ അതൊക്കെയാണെന്നാണ് ധരിച്ചത്. പക്ഷേ ഇതിനകത്ത് നല്ല പൊളിറ്റിക്സ് ഉണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനാക്ഷി തന്നെയാണ് ഇവർ സെപ്പറേറ്റ് ആകാനുള്ള ഒരു റീസൺ. അതിൽ തുടങ്ങി ഇയാൾക്ക് ആ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ അല്ലാതൊരു സ്റ്റേറ്റ്മെൻറ്റ് മുമ്പ് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പ്രസവം, ആ പ്രസവത്തിനകത്ത് പ്രസവ റൂമിലേക്ക് ദിലീപിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു എന്നും, ദിലീപ് അത് കണ്ട് തലകറങ്ങി വീഴാൻ പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ ദിലീപ് തന്നെ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതോടുകൂടി അടുത്തൊരു പ്രസവം താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കുട്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അയാൾ. അപ്പോൾ അതിനെപ്പറ്റി കാവ്യമാധവൻ പലയിടങ്ങളിലും പറഞ്ഞിട്ട് എനിക്ക് വിവാഹം കഴിഞ്ഞ് കുറേ കുട്ടികളെ ഉണ്ടാക്കി അങ്ങനെ ജീവിക്കുന്നതിന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം എനിക്ക് ലിങ്ക് മനസ്സിലായി. ഇവിടെ കുട്ടികൾ ഒന്ന് മതി, എനിക്കിനി പ്രസവിക്കാൻ വയ്യ എന്ന ബുദ്ധിമുട്ട് പറയണം മഞ്ജു. അപ്പുറത്ത് ഞാനൊരു നഴ്സറി പിള്ളേരെ തന്നെ ഉണ്ടാക്കി വിടും എന്ന് പറയണ കാവ്യ. സോ അട്രാക്ഷൻ ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോയി എന്നാണ്. ജസ്റ്റിഫിക്കേഷൻ ആണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. ചില ബന്ധങ്ങളിൽ നടക്കുന്ന വിള്ളലുകൾ തേർഡ് പേഴ്സൺ ഉപയോഗിക്കുന്ന രീതിയാണ് പറഞ്ഞത്. കാവ്യ ഇതിനകത്ത് ഇടിച്ചു കയറിയതാണ്. കാവ്യക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അവൾക്ക് വട്ടാണ്, അല്ലാതെ എന്ത് ചന്തമുള്ള കുട്ടിയാണ്, അല്ല മലയാളിത്തമുള്ള നല്ല ചന്തമുള്ള മോള. അത് പോയി ചാടി കൊടുത്ത ഈ പടുകുഴിയിലായിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. പണമൊന്നും ആയിരിക്കത്തില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഒരു സ്വാരസ്യമായ ഒരു കഥാപാത്രം, നമ്മളെ ചിരിപ്പിക്കാൻ കഴിയുന്ന, നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ഭർത്താവ്. തിരിച്ചും അങ്ങനെ തന്നെ, നമ്മളോട് എപ്പോഴും നന്നായി നിൽക്കുന്ന, നമ്മളെപ്പോഴും സ്വീറ്റായി കെയർ ചെയ്യുന്ന ഭാര്യയാണ് അവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒന്നിച്ച് വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് പില്ലി വേണ്ടായിരുന്നില്ല. ഇതൊക്കെ ആ സമയത്തുള്ളൊരു പൊലിപ്പീരാണ്. അപ്പം നമുക്ക് ഇതൊന്നും അല്ലല്ലോ വിഷയം. നമ്മുടെ വിഷയം ഇയാളാണ്. ഇയാൾ എന്തോ പറയുന്നുണ്ട്, അയാൾ പറയണമെന്ന് കേൾക്കാം. ഞാൻ സനൽകുമാർ ശശിധരൻ. 2019 ഞാൻ കയറ്റം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു.
ഇപ്പോൾ മഞ്ജു വാര്യരായിരുന്നു അതിൽ നായിക, കോ പ്രൊഡ്യൂസറും മഞ്ജു വാര്യരായിരുന്നു. ആ സിനിമയ്ക്ക് ശേഷം എൻ്റെ ലൈഫ് ശരിക്കും ഒരു വല്ലാത്ത ഇരുളടഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിന് കാരണം ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമ പുറത്തിറങ്ങാത്തതിന് കാരണം അന്വേഷിച്ച് പോകുമ്പോൾ ഞാനും അവരും തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതേപ്പറ്റി അന്വേഷിച്ച് പോകുകയാണെങ്കിൽ മനസ്സിലാവുന്ന അവർ ഒരു ഗ്രൂപ്പ് ആളുകളുടെ ക്ലച്ചസിലാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനത് പുറത്ത് പറഞ്ഞു. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമായിരുന്നു, ഇവരുടെ ലൈഫിന് എന്തോ ത്രെട്ടുണ്ട്, കുറേ ആളുകളുടെ ഇതിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതേപ്പറ്റി മറുപടി ഉണ്ടാവുകയോ അന്വേഷണം ഉണ്ടാവുകയോ ചെയ്യുന്നതിന് പകരം എന്നെ ഒരു ദിവസം പോലീസുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. പോലീസ് ഒന്നും പോലും അറിയുന്നില്ല. ഒരു ഇന്നോവ വാൻ, അതും എറണാകുളം രജിസ്ട്രേഷനിലുള്ള ഒരു ഇന്നോവ വാൻ പാറശാലയുള്ള എന്നെ വന്ന് ചേസ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോവാണ് ചെയ്തത്. പിന്നീടാണ് ഞാൻ അറിയുന്നത് മഞ്ജു വാര്യർ കൊടുത്ത പരാതിയാണെന്നും ഒക്കെ ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ അറിയുന്നു ഈ പരാതി മഞ്ജു വാര്യർ കൊടുത്തതല്ല എന്ന് അവരെന്നോട് പറയുന്നു. അവരുടെ ലൈഫ് ത്രെട്ടിലാണെന്ന് എന്നോട് തന്നെ പറയുന്നു. ഇതൊക്കെ പറഞ്ഞ് ഞാൻ പരാതി കൊടുത്തിട്ട് എൻ്റെ ഒരു പരാതി അന്വേഷിക്കുന്നില്ല. എനിക്കെതിരെ എടുത്ത കേസ് അന്വേഷിക്കുന്നില്ല, വിചാരണ നടക്കുന്നില്ല. എനിക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയിട്ട് അവിടെ വെച്ച് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് നീയുമായിട്ട് സംസാരിച്ചു എന്ന് അറിഞ്ഞാൽ തന്നെ എൻ്റെ ലൈഫ് പ്രശ്നത്തിലാവും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. 2025 സെപ്റ്റംബറിലാണ് ഞാൻ നാട്ടിൽ വരുന്നത്. നാട്ടിൽ വരുമ്പോൾ എന്നെ ബോംബെ വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചു. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ബഹളം ഉണ്ടാക്കുമ്പോഴാണ് അറിയുന്നത് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി എറണാകുളത്ത് നിന്നും ഒരു ഗ്രൂപ്പ് ഓഫ് പോലീസുകാർ വരുന്നുണ്ട് എന്നറിയുന്നത്. അങ്ങനെ എന്നെ അവിടെ വന്നു, വിമാനം കയറി അവർ വരുന്നത് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി. എന്നെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് ആലുവയിലുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ കൊണ്ട് ഹാജരാക്കി. മജിസ്ട്രേറ്റ് ചോദിക്കുന്നത് എന്ത് കേസാണ്, ഇയാൾ എന്തിനാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് എന്നെ സെൽഫ് ബെയിലിൽ വിടുകയാണ് ചെയ്തത്. ഇതുവരെ ആ കേസിൽ അന്വേഷണം നടന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് ഈ കേസുകളെല്ലാം കള്ളക്കേസുകളാണ്. എനിക്കെതിരെയുള്ള കേസ് കൊടുത്തിരിക്കുന്ന കള്ളക്കേസാണ്. അതിൽ അന്വേഷണം നടക്കുന്നില്ല. എൻ്റെ ലൈഫ് ഇതുപോലെ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. എൻ്റെ ജീവിതം ആകെ തകർത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇതേപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പരാതി കൊടുത്തിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ പരാതി കൊടുത്തു. ഒരു അന്വേഷണം നടക്കുന്നില്ല. എൻ്റെ ആവശ്യം എന്ന് പറയുന്നത് എനിക്കെതിരെയുള്ള കേസ് സത്യസന്ധമാണെങ്കിൽ എന്നെ പിടിച്ച് അകത്തണം, വിചാരണ ചെയ്യണം, അറസ്റ്റ് നടപടികളുണ്ടാവും. ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ കള്ള കേസ് എടുത്തിട്ട് എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങൾ അവ്യക്തമാണ്, രണ്ട് സിറ്റുവേഷൻസ് അവ്യക്തമാണ്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യർ കേസ് കൊടുത്തു എന്ന് പറയുന്നു. മഞ്ജു വാര്യരുടെ അറിവോടല്ല, മഞ്ജു വാര്യർ അല്ലാതെ വേറെ ആര് കേസ് കൊടുക്കാൻ പോകുന്നു? പവർ ഓഫ് അറ്റോർണിയാ? ഒരിക്കലുമല്ല. മഞ്ജു തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളിൽ അത് നമുക്ക് ജാമ്യം കിട്ടും തന്നെ. ഒരു കേസല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നുള്ളതിൻ്റെ കേസിനകത്ത് ജാമ്യം കിട്ടും. അതിനകത്ത് സിവിയർ ആയിട്ടുള്ള ഒഫൻസ് ഒന്നുമില്ല. കള്ളത്തരങ്ങളോ പൊട്ടത്തരങ്ങളോ ഒന്നും പറയുന്നില്ല. അയാളുടെ ബോധ നിലവാരത്തിൽ നിന്നുകൊണ്ടുള്ള എന്തര വർത്തമാനങ്ങളാണ് തെളിയിക്കേണ്ട പോലീസിന്റെ ഉത്തരവാദിത്തമാണ്, മഞ്ജുവിന്റെ ഉത്തരവാദിത്തമല്ല. അപ്പോൾ മഞ്ജുവിന് പരാതി കൊടുക്കുക, എന്നെ പറ്റി ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ പറയുന്നുണ്ട്, ഞാൻ അയാളോട് സംസാരിച്ചിട്ടില്ല, പോലീസ് ഇടപെട്ട ഒരു കേസാണെന്നും കൂടെ ഓർക്കണം. അപ്പോൾ പോലീസിന്റെ അടുത്ത് ഇതിനുള്ള തെളിവില്ല. ഉണ്ടെങ്കിൽ മഞ്ജു പണ്ടേ വീണ്ടും തിരിച്ച് അറസ്റ്റ് ആകും, ഇയാൾ പരാതി തിരിച്ചു കൊടുക്കുന്നത് കൊണ്ട്. ഇത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മഞ്ജുവിന്റെ ലൈഫിലേക്ക് എത്തിക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അതിനിയിപ്പം നമ്മുടെ ദിലീപാണോ എന്ന് അറിയത്തില്ല. കാരണം മഞ്ജു വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് തന്നെ ദിലീപിന് കൊടുക്കുന്ന നെഗറ്റീവ് ഭയങ്കരമാണ്. ഇന്റേണലി എന്ത് നടന്നു എന്നുള്ളത് പബ്ലിക്കിന് അറിയത്തില്ല. അവർ തമ്മിലുള്ള പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മകളെ ബേസ് ചെയ്തിട്ടായിരിക്കും മനസ്സുകൊണ്ടൊന്ന് അകന്നിട്ടുണ്ടാവുക. ആൻഡ് ദെൻ ആ അകൽച്ച കൂടുതൽ ഡീപ്പായി. കുറച്ച് ആറ്റിറ്റ്യൂഡുള്ള പെണ്ണ് തന്നെയാണ് മഞ്ജു. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഗ്രാമീണനായ ഇങ്ങേര് എതിർത്തിട്ടുണ്ടാകാം. ഇവള് അതിൻ്റെ ഇടയ്ക്ക് വന്ന് എത്തിച്ചാടിയപ്പോൾ ഇവളാണ് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ടാകാം. മകൾ അത് അംഗീകരിക്കുന്നു. കാരണം അമ്മയുടെ ശല്യം അത്രത്തോളം മകൾ അനുഭവിച്ചിട്ടും ഉണ്ടാകാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനൊരു തമ്മിലൊരു പിണക്കം അത്രയും തീവ്രമായിട്ട് മഞ്ജുവിനും മീനാക്ഷിക്കും വരത്തില്ലല്ലോ, സ്വാഭാവികം. പക്ഷെ അമ്മയെ കാണുന്നുണ്ട്, അമ്മയുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് മഞ്ജു പറയുന്നുണ്ട്. സോ ദേ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. പ്രശ്നം അവളുടെ സ്പേസിലേക്ക് മറ്റൊരാളെ കയറ്റിയപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പെണ്ണെന്ന രീതിയിൽ അവൾ ഒഴിഞ്ഞു കൊടുത്തു കാണും. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇയാളെ അവളുടെ ലൈഫിലേക്ക് കുത്തിക്കയറ്റാനും അവൾക്കൊരു ട്രബിൾ ഇട്ട് കൊടുക്കാനും അവളെ ഇങ്ങനെ ഒരു വിഷമത്തിൽ കൊണ്ടാക്കാനും ശരിക്കും പറഞ്ഞാൽ കോവാലം ശ്രമിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ നടക്കുന്നത്. ഇതിൽ അറിയാതെ പോയി ചാടിക്കൊടുത്ത ഇരയാണ് ഇയാളെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പബ്ലിക്കിന്റെ നോട്ടീസിൽ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആകെ കൂടി എഴുതുന്നത് ഫേസ്ബുക്കിലാണ്. ഫേസ്ബുക്കിന്റെ റീച്ച് വളരെ കുറച്ച് പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ എവിടെ പറഞ്ഞു കഴിഞ്ഞാലും പത്രങ്ങളായാലും ഇത് നോട്ട് ചെയ്യാതെ പോകുന്നു, സർക്കാർ ഇത് ഏറ്റെടുക്കാതെ പോകുന്നു. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ലൈഫ് ഒരുതരം എന്താ പറയുന്ന ഒരു എൻഡിൽ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. ദയവേത് ഇതിനെ ഒരു പബ്ലിക് ഡിസ്കഷനാണ്. എനിക്കെതിരെ അതെ കൊടുത്തിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ ഇതെന്ന് പറയുന്നത് ആ കേസെല്ലാം കൊടുത്തിരിക്കുന്ന കള്ള കേസാണ്. അതിനകത്ത് ഒപ്പ് പോലും കള്ള കേസാണ്. 164 എടുത്തിരിക്കുന്നത് പോലും ഫോർജറി ഡോക്യുമെന്റ് എന്നാണ് എന്റെ പരാതി. അപ്പോൾ ഇത് അന്വേഷിച്ചാലല്ലേ അറിയാവൂ. ഞാനൊരു പരാതി പറയുമ്പോൾ അത് അന്വേഷിക്കണം. അതല്ലെങ്കിൽ തന്നെ ഇതിന് സത്യമുള്ള കാര്യമാണെങ്കിൽ എന്തുകൊണ്ട് ഈ വിചാരണ നടപടികൾ നടക്കുന്നില്ല? 2022 കേസ് വളരെ ഫ്ലിഞ്ചായ കേസ്. ഇതുവരെയും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യമില്ല. 2025 എനിക്ക് രണ്ടാമത്തെ കേസിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല. ഇത് ഇയാള് ചുമ്മാ പറയാനാണ്. മഞ്ജു നേരിട്ട് പോയി പരാതി കൊടുത്ത സീന് നമ്മൾ കണ്ടതാണ്. മഞ്ജു പരാതി കൊടുത്തിട്ടുണ്ട്. മഞ്ജുവിന് അത്രത്തോളം ടോർച്ചറായിട്ട് തോന്നിയിട്ട് മഞ്ജു പരാതി കൊടുത്തിട്ടുണ്ട്. മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണെങ്കിൽ മഞ്ജുവിന് പരാതി കൊടുത്താൽ പോരെ? ഇയാൾ ആരാണ്?
മഞ്ജു എന്തിനാണ് ഇയാളോട് പരാതി പറയുന്നത്? മഞ്ജുവിന് ഇപ്പം അങ്ങനെ ഒരു ടോർച്ചർ ഉണ്ടെങ്കിൽ മഞ്ജുവിന് ഒരു പോലീസിനെ വിളിച്ച് പറഞ്ഞാൽ പോരെ. ഇനി പോലീസ് അധികാരികളെല്ലാം തന്നെ പ്രശ്നമാണെന്ന് വെക്കാം. മഞ്ജുവിന് അത്യാവശ്യം നല്ല അക്സെപ്റ്റൻസ് ഉള്ള നല്ല ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. പുള്ളിക്കാരത്തി അതിൽ കൂടെ ഐ ആം ഇൻ ട്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഒന്നടങ്ങ കോവാലിനെ എടുത്ത് കെട്ടിയിടും അവർ. അമ്മാതിരി അത്രയും സൂപ്പറായി നിൽക്കുന്ന ഒരാളാണ്. നമ്മളിപ്പം ഫേസ് അനലിസ്റ്റിക്കോ അല്ലെങ്കിൽ എന്താ പറയണേ, നമുക്ക് സൈക്കോളജിയൊക്കെ അറിയുന്നവർക്ക് മാത്രമേ ഇവരുടെ ഉൾക്കള്ളി നമുക്ക് പിടികിട്ടുള്ളൂ. അല്ലാത്തവർക്ക് ഇതൊരു സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്. ഒരു പെണ്ണിനെ ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിനെ സ്വീകരിച്ച കോവാലെന്തേ വീണ്ടും അവളെ ശല്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പാലിയും വെള്ളത്തിൽ കിട്ടും. ഇത് ഇയാൾ എന്തോ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നു. മാത്രമല്ല ഇയാൾ പറയുന്നത് എൻ്റെ ലൈഫ് റൂയിൻ ചെയ്തെന്ന്. ഒരു കേസ് വന്നാൽ ലൈഫ് തീരുമോ? നീ ജോളിയെ കണ്ടുപിടിക്കടാ. നോക്ക്, ഇനി 6 പേരെ കൊന്ന കുറ്റത്തിനകത്ത് കിടന്നിട്ട് പെണ്ണുമ്പുള്ളതോ അവിടെ പോയി ഡിഗ്രി എഴുതുന്ന. അതാണ് മോട്ടിവേഷനാണ്. നമുക്കൊക്കെ ഒരു മോട്ടിവേഷനാണ് ജോളി. അതിൽ തന്നെ മനസ്സിലാവും ഇതിനകത്ത് ഈ കേസിൽ കാര്യമില്ല, കള്ളക്കേസാണ്. അത് മാത്രമല്ല എൻ്റെ ഈ സിനിമയെ പറ്റി ഇപ്പോഴും യാതൊരു ചർച്ചയില്ല. ഈ സിനിമ എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതിനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അതെ, ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ എന്നെ സഹായിക്കാൻ വേണ്ടി എനിക്ക് എൻ്റെ ഒരു കോസ് മനസ്സിലാക്കിയിട്ട് ഇത് സത്യസന്ധമായിട്ട് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. അല്ല എന്നെ സപ്പോർട്ട് ചെയ്യണോ അങ്ങനെയല്ല പറയുന്നത്. ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഗുരുതുല്യരായ കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇല്ല ഇല്ല, ഞങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. അതായത് ഇത് സത്യത്തിൽ ഇത് ഞാൻ അവരുടെ സിനിമ ഡയറക്ട് ചെയ്ത ആളാണ്. ഞങ്ങൾ ഒരു സിനിമ കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്യാൻ തീരുമാനിച്ച ആളാണ്. പക്ഷേ ഞങ്ങൾ പരസ്പരം കാണാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിന്റെ പേരിൽ. അതാണ് ഇതാണ് ജെന്യൂൻ ആയിട്ട് ചോദ്യം. എന്തുകൊണ്ട് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് ഞാൻ പറയുന്നു. അല്ല, അവർ പറഞ്ഞിട്ടില്ല അവരോട്. ഞാൻ പറയുന്നത് ഇവർ സ്വതന്ത്രമായിട്ട് ഒരിടത്തും ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നത് നടത്താനുള്ള അവസ്ഥയില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തെറ്റായ കള്ള വാർത്തകളും കഥകളും പ്രചരിപ്പിച്ചിട്ട് ഈ യഥാർത്ഥ വസ്തുത പുറത്തു വരാതെ മൂടി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇയാൾക്ക് നല്ല മാനസിക രോഗമാണ്. എന്നിട്ട് ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അതിനെ കയറി എൻ്റെ ഭാര്യ ആരോടെ പോയെന്ന് പോയി അന്വേഷിക്കും. മഞ്ജു വാര്യർക്ക് വേണ്ടത് മഞ്ജു വാര്യർ അന്വേഷിച്ചിട്ടുണ്ട്. മഞ്ജു വാര്യർ കുടുംബത്തിലാണുള്ളത്, സഹോദരൻ്റെ ഒപ്പമാണുള്ളത്. അവർക്ക് അറിഞ്ഞൂടെ? ഇത്രയൊക്കെ ബോൾഡായ ഒരു സ്ത്രീക്ക് അവർക്ക് അറിഞ്ഞൂടെ സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇനി അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ ഇയാൾക്കെന്ത്? മഞ്ജുവിന് എന്ത് വന്നാൽ ഈ പറയണവനിക്ക് എന്താണ്? എനിക്കത് മനസ്സിലാകുന്നില്ല. ഇവനാര്? ഇവൻ്റെ ജോലി നോക്കി പോകുന്നതിന് പകരം മഞ്ജുവിൻ്റെ പുറകെ വെച്ച് പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇത് അട്ടർ ഫേക്കായിട്ടുള്ള ഒരു സാധനമാണ് ഇയാൾ ഇങ്ങോട്ട് വെക്കുന്നത്. കേസ് അവൾ എമ്പാടും കേസ് കൊടുത്തത് ശല്യം കൊണ്ടാണ്. അവളുടെ പേരിലേക്ക് ഈ ഒരു പേര് വരുന്നത് അവൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവളത് കൊടുത്തിരിക്കുക. പിന്നെ അവൾ മറ്റൊരു മാരേജ് കഴിക്കാത്തത് എന്താണ് എന്നുള്ളത് അതും ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. ഒരാളോട് പ്രതികാരം ചെയ്യാൻ നമുക്ക് അങ്ങനെയും പ്രതികാരം ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫ് നമ്മൾ സിംഗിളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നിടത്ത് നമ്മൾ ഉള്ളിൽ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇതിൽ മൂലം ആരെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഭയങ്കര വേദനയായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യണം. അവരുടെ ഉള്ളു പെടയണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം സ്വാഭാവികം, എന്താണെന്ന് അറിയത്തില്ല. ആൻഡ് അവൾ സെൽഫായിട്ട് അവളെ കെയർ ചെയ്തു. കുറേ പിന്നെ എന്തൊക്കെയോ സർജറികളൊക്കെ ചെയ്തു, പല്ലൊക്കെ സെറ്റാക്കി, കുറേയൊക്കെ അവളുടെ മുഖത്ത് മാറ്റങ്ങൾ വരുത്തി, ബോഡി മെയിൻറ്റെയിൻ ചെയ്തു. ആ ഏജ് ഇപ്പോൾ അവൾക്ക് 48-50 ഇയേഴ്സ് ഉണ്ടാകും. ആ വയസ്സിലുള്ള ഒരാളെ പോലെയാണോ അവൾ ഇരിക്കുന്നത്? അത്ര ചെറുപ്പമായിട്ടായിരിക്കുന്നത്. അപ്പോൾ അത് അവൾ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചു. അത് അവനുള്ള ഒരു ഇതാണ്. നീ സൗന്ദര്യം തേടിപ്പോയി, അതിനേക്കാൾ സുന്ദരിയായി ഞാനിവിടെ ഉണ്ടെന്ന്. പലരുടെയും കമൻറ്റും അങ്ങനെയാണ്. ഇവനെ കണ്ടിട്ട് അവൾക്ക് സത്യത്തിൽ കമ്പാരിസൺ നടത്തിയാൽ കാവ്യയാണ് ബെസ്റ്റ്. കാണാൻ ഭംഗി കാവ്യ തന്നെയാണ്, അതിനകത്ത് തർക്കമൊന്നുമില്ല. മഞ്ജുവിന് ആ ഭംഗിയൊന്നുമില്ല. പക്ഷെ മഞ്ജുവിന് ക്വാളിറ്റീസ് ഉണ്ട്, മീൻസ് നല്ല ഏബിളാണ്. ഇത് എന്താണെന്നറിയാം, നമ്മൾ തിരഞ്ഞെടുക്കലുകളിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. എപ്പോഴും നമ്മുടെ ഒരേ ഇതിലുള്ളവരെ എടുക്കുക, അപ്പറായിട്ടുള്ളവരെ എടുക്കരുത്. മഞ്ജു എന്ന് പറയുന്നത് ഒരു കലാതിലകമായിരുന്നു, പെർഫെക്റ്റാണ്. മീൻസ് അവൾ ഭയങ്കര പെർഫെക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കോവാലിൻ്റെ എക്സ്പെക്റ്റേഷൻ അണ്ടർ ആയിട്ട് നിൽക്കുന്ന, അടിമയായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് പറ്റിയ ആൾ കാവ്യ തന്നെയാണ്. അവർക്കിടയിലുള്ള പ്രോബ്ലം ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിത് കോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്താ ഞാൻ പറഞ്ഞില്ല, പണ്ടത്തെ വനിതാ മാഗസീനിൽ വന്ന ഒരു ആർട്ടിക്കിൾ, അതിനകത്ത് കൃത്യമായിട്ട് മഞ്ജുവിൻ്റെ മകൾക്കൊപ്പം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ മകളോടുള്ള അവളുടെ ആ ശണ്ട അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. അത് റിലേറ്റഡ് ഈ ഒരു നൃത്തത്തിൻ്റെ കേസ് പറഞ്ഞിട്ടാണ്. മകൾ എപ്പോഴും കളിയാക്കും അമ്മയെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ടേമിലേക്ക് അവളെ കൊണ്ട് എത്തിച്ചതിൻ്റെ ഉത്തരവാദിയും കോവാലിനാണ്. മകളും അമ്മയും തമ്മിലുള്ള ആ ബന്ധം അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ പോയത് മഞ്ജുവിൻ്റെ തകരാറാണ്. അമ്മ എന്ന നിലയിൽ മഞ്ജു പരാജയമാണ്. രണ്ടാമത് ഇത് സ്കോർ ചെയ്തത് അവളെക്കാൾ സ്നേഹവും പരിഗണനയും ദിലീപിനും മോൾക്ക് കൊടുക്കാൻ സാധിച്ചതുകൊണ്ടാണ് മോള് കൂടുതൽ അച്ഛനിലേക്ക് അടുത്തിട്ടുള്ളതെന്ന്. സ്ട്രിക്റ്റ് ഒരു അച്ഛനാണെന്ന് അവൾ ചെന്നൈ പഠിക്കാൻ പോകുന്ന സമയത്ത് തന്നെ കല്യാണി
കല്യാണി എന്ന് പറയുന്ന നമ്മുടെ ലിസിയുടെ മകള് അവർ എവിടെയും കൊണ്ട് പുറത്തൊക്കെ പോകാമെന്ന് ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവളെ വിളിച്ച് വിലക്കി എന്ന് പറയുന്നത്. അപ്പം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്നേഹമുള്ള ഒരു അച്ഛനാണ് ദിലീപ്. അപ്പോൾ അത് കറക്റ്റാണ്, അയാളുടെ ഭാഗത്ത് അയാൾ കറക്റ്റാണ്. പക്ഷേ ഇതിൽ കൂടെ അവർക്ക് ബന്ധത്തിൽ വിള്ളലുകൾ വരുന്നു. ഈ ഒരു സംഗതി കോഴിയായ ദിലീപ് ഉപയോഗിക്കുന്നു. അതാണ് മനസ്സിലാകുന്നത്. ഇതിനകത്ത് പോയി ചാടിയ രണ്ട് വിക്ടിമുകളാണ്. ഒന്ന് കാവ്യ മാധവനും ഒന്ന് മഞ്ജു വാര്യരും. രണ്ടുപേരും ഇവൻ്റെ ട്രാപ്പിൽ പോയി വീണു. രണ്ടുപേരുടെ ലൈഫ് ഇതുപോലായി. ഇപ്പോൾ പിന്നെ ദിലീപിൻ്റെ ആവശ്യം മഞ്ജുവിന് മറ്റൊരാളുണ്ടാവുക, മഞ്ജു മറ്റൊന്നിലേക്ക് എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവരുടെ നെഗറ്റീവ് മാറും. അതിന് വേണ്ടിയിട്ടാണ് ഈ ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. എന്തായാലും ത്രികോണേ ഇയാളെ കൊണ്ട് എങ്ങനെയും അവളെ തലയിൽ കെട്ടിവെക്കുക, അല്ലെങ്കിൽ അവൾക്ക് മെൻ്റലി ഡിസ്റ്റർബ് കൊടുക്കുക എന്നുള്ളതാണ്. ഇവരുടെ വിവാഹമോചനം കഴിഞ്ഞ സമയങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇവരുടെ സിനിമകളൊക്കെ തന്നെ ഭയങ്കര രസമായിരുന്നു. അവൻ ഇവളെ കുത്തിക്കൊണ്ടൊരു സിനിമയും ഇവൾ അവനെ കുത്തിക്കൊണ്ടൊരു സിനിമ ചെയ്യും. 1500 രൂപ മാത്രം കൊടുത്ത് റോഡിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത് അവളെ. അങ്ങനെ ഇറക്കി വിട്ട അവള് 1500 കോടി രൂപ സമ്പാദിക്കുന്ന ലെവലിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മികവ് തന്നെയാണ്. പക്ഷെ ബന്ധങ്ങൾ പിരിന്നുപോയി. അതിനി നേരെയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓൾമോസ്റ്റ് അവൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചു. കർമ്മ തിരിച്ചു കൊടുത്തതുപോലെയുള്ള അത്രയും ഭീകരമായ ഇത് ദിലീപിന് കിട്ടുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ അറിയാം ഇതെന്താണ്, എന്താകും, ഏതാകുമെന്ന്. ഇയാൾക്ക് സത്യം പറഞ്ഞാൽ ഇയാളെ പിടിച്ച് 2 പൊട്ടിക്കുകയാണ് വേണ്ടത്. അത് മഞ്ജു തന്നെ ചെയ്യാണ് വേണ്ടത്. മേലി എന്നെ ശല്യം ചെയ്യുന്ന പബ്ലിക്കായിട്ടൊന്ന് ചെവിക്കലുള്ള ഒരെണ്ണം കൊടുത്താൽ അതാണ് നടക്കുന്നത്. കേസ് അതിൻ്റെ ഇതൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കേസ് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വരും എനിക്കറിയത്തില്ല, ഐ ഡോണ്ട് നോ. അപ്പോൾ എനിക്കും ഒരുപാട് കേസൊക്കെ വന്നു. അതുകൊണ്ട് ലൈഫിൽ എങ്ങനെ റൂയിനാകും? ഹൂ ബോദേഴ്സ്? കേസിൻ്റെ ഡേറ്റിന് വിളിക്കുമ്പോൾ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുക, അല്ലെ നമ്മൾ തന്നെ പോയി ഹാജരാവുക, കാര്യങ്ങൾ പറയുക, അതോടെ നിർത്തുക. വിദേശത്ത് പോയിരുന്നു കൊണ്ട് നിരന്തരം ഒരു പെണ്ണിനെ അപകീർത്തിപ്പെടുത്തുന്ന കാര്യം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന, അത് വീഡിയോ ചെയ്താലും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലും എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ പോലീസ് ബുക്കും. അതിനുള്ള പവർ ആ പെണ്ണിനുണ്ട്. അത്തരം ഒരു കേസ് കൊടുത്ത് നമ്മൾ ഇട്ടിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ മതി, സമാധാനപരമായിട്ടിരുന്നാൽ മതി. എയർപോർട്ടിൽ വരുമ്പോൾ ചെവി തൂക്കി എടുത്തുകൊണ്ട് പോകും പോലീസ്. അതിൽ തർക്കമേ വേണ്ട. ഇതിൽ അയാൾ ഒഫൻസീവായൊന്നും പറഞ്ഞിട്ടില്ല, എന്നിട്ടും അയാൾക്ക് അത് നേരിട്ടെങ്കിൽ ഒഫൻസീവായിട്ടിരുന്നുകൊണ്ട് കുരയ്ക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയാണ്. അത് വിദേശത്തിരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. നന്ദി.